പ്രേക്ഷകർക്കും സംസ്ഥാന PYPയുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡുകൾ കൊണ്ട് ടേണിംഗ് പോയിന്റിനെ നെഞ്ചിലേറ്റിയ ഏവർക്കും ആദ്യം തന്നെ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കേരളത്തിന്റെ മഹാകവി അക്കിത്തം കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകത്തോട് വിട പറഞ്ഞു. കലയ്ക്കും സാഹിത്യത്തിനും വളക്കൂറുള്ള മണ്ണാണ് കേരളം. ദൈവമാണ് താലന്തുകൾ നൽകുന്നത്. അത് ദൈവരാജ്യ മഹത്വത്തിനായി ഉപയോഗിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. അങ്ങനെ ഒരു തലമുറയെ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന PYPയെ ഏറ്റെടുക്കുന്ന ഈ മഹത്തായ ദൗത്യത്തിൽ നമുക്കും പങ്കുചേരാം. ഈ എപ്പിസോഡും ഏറെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ നമുക്ക് വീക്ഷിക്കാം. സംഗീതം ദൈവതത്വമാണ്. അനുഭവങ്ങളുടെ അകമ്പടി കൂടിയാകുമ്പോൾ ക്രിസ്തീയ സംഗീതത്തിന് മൂല്യമേറുന്നു. കെവിൻ P. എബ്രഹാം എന്ന PYPയുടെ അനുഗ്രഹീതനായ യുവ ഗായകനെ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നു. How great thou art, how great thou art. And then sings my soul, my Savior God, to thee. How great thou art. The splendor of a king, clothed in majesty. Let all the earth rejoice. Let all the earth rejoice. ഇരുൾ മൂടും വേളയിൽ വിൻശോഭധരിച്ചോ ഗംഭീരനാദത്താൽ സർവം നടുങ്ങിടും. കിത്നാ മഹാൻ ആയേ പ്രഭു ഹം സബ് ഗായേ മഹാൻ ആയേ പ്രഭു सबसे महान सबसे महान आए प्रभु. என்றும் ஆளுகிறார் காலம் அவர் கையில். ஆதியும் நீரே அந்தவும் நீரே. त्रिएक परमेश्वर पिता पुत्र आत्मा जो सिर और है प्रभु का मेमना यीशु You're the name above all names. You are worthy.
our God. Amen. 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 കർത്താവിൻ്റെ പൊന്നു തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കോവിഡ് കാലത്തിൻ്റെ വെല്ലുവിളികൾക്ക് മുമ്പിൽ ലോകം പകച്ചു നിൽക്കുമ്പോൾ, സാധ്യതകളുടെ അനന്തവിഹായസിൽ ഇരുളിൻ്റെ കരിമ്പട കെട്ടിനുള്ളിൽ യുവത്വം ഇടറി നിൽക്കുമ്പോൾ, അതിജീവനത്തിൻ്റെ പുതുമന്ത്രവുമായി കേരള PYPയുടെ ടേണിംഗ് പോയിൻ്റ് യാത്ര തുടരുകയാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് ലോകമെമ്പാടുമുള്ള PYPയുടെ പ്രവർത്തകരും വിശ്വാസി സമൂഹവും നെഞ്ചേറ്റിയ നമ്മുടെ സ്വന്തം PYPയുടെ ടേണിംഗ് പോയിൻറ്റിൻ്റെ പുതിയ എപ്പിസോഡ് ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ചുരുങ്ങിയ എപ്പിസോഡ് കൊണ്ട് ലോകമെമ്പാടുമുള്ള PYP പ്രവർത്തകരുടെയും വിശ്വാസി സമൂഹത്തിൻ്റെയും പിന്തുണ ഏറ്റുവാങ്ങിയ നമ്മുടെ ടേണിംഗ് പോയിൻറ്റിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് ഇന്നിവിടെ ആരംഭം കുറിക്കുകയാണ്. പുതുമകൾക്ക് സ്വാഗതഗാനം ഓതുന്നവരാണ് നമ്മുടെ യുവത്വം. യുവത്വത്തിൻ്റെ ഉത്സാഹ തിമിർപ്പുകൾക്ക് മുമ്പിൽ ലോകം മതിമറക്കുമ്പോൾ, ആത്മീയ കാഴ്ചപ്പാടോടുകൂടിയുള്ള നമ്മുടെ യുവത്വം അവരുടെ സർഗാത്മകമായ കഴിവുകൾ പക്വതയോടെയും പ്രാർത്ഥനയോടെയും നമുക്ക് മുമ്പിൽ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ടേണിംഗ് പോയിൻ്റ് PYPയുടെ ചരിത്രത്തിലെ ഒരു പുതിയ വഴിത്തിരിവായി മാറും എന്നതിൽ തർക്കമില്ല. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മളുടെ യുവ പ്രതിഭകളെ പ്രാർത്ഥനയോടെ. ഏവർക്കും ടേണിംഗ് പോയിൻറ്റിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. പെന്തക്കോസ്ത് സന്ദേശം ആദ്യം പ്രഘോഷിക്കപ്പെട്ട സ്ഥലമാണ് കൊട്ടാരക്കരയ്ക്കടുത്തുള്ള തൃക്കണ്ണമംഗൽ. തെക്കൻ കേരളത്തിലെ ആദ്യ IPC സഭയാണ് രഹബോത്ത് തൃക്കണ്ണമംഗൽ IPC സഭ. 1947 തന്നെയാണ് PYPയെ തൃക്കണ്ണമംഗലിൽ ആരംഭിച്ചത്. ലോകമാകെ കോവിഡ് എന്ന മഹാമാരിയെ അതിജീവിക്കുമ്പോൾ അനുകാലിക പ്രസക്തിയുള്ള ഒരാശയം ഞങ്ങൾ പങ്കുവെക്കുകയാണ് ഈ മൈമിലൂടെ.
കുട്ടനാട് ഏരിയയിലെ നീലമ്പേരൂർ സഭയിൽ ശുശ്രൂഷിക്കുന്ന സുവിശേഷകൻ ജോഫി ലാലിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഉപകരണ സംഗീതം നിങ്ങളിലേക്ക്.
ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ ജനറൽ സെക്രട്ടറി പാസ്റ്റർ സാം ജോർജ് നമ്മുടെ പ്രസ്ഥാനത്തെ പ്രതിസന്ധികൾക്കിടയിലും കരുത്തോടെ മുമ്പോട്ട് നയിക്കുന്ന സംസ്ഥാന PYPക്ക് എന്നും കൈത്താങ്ങായ കർത്തൃദാസൻ ദൈവവചനത്തിൽ നിന്നും സംസാരിക്കുമ്പോൾ 1 നൂറ്റാണ്ടുകാലം വിശുദ്ധിക്കും ഉപദേശത്തിനും വേണ്ടി നിലകൊണ്ട പ്രിയ പിതാവ് ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ EC ജോർജ് അവറുകളെ ഏറെ അഭിമാനത്തോടെ ഞങ്ങൾ സ്മരിക്കുന്നു. നമ്മുടെ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഞാൻ കൂടുതൽ പറഞ്ഞാൽ ശക്തി കൂടി വരികയുള്ളൂ, കുറഞ്ഞു പോവില്ല. അത് കുറയേണ്ട വിഷയമല്ല. ആ ദൈവങ്ങൾ അറിയണം രക്ഷയ്ക്കുള്ള വില എന്താണെന്ന്. ഒരു ദൈവത്തിന് അറിയാമെങ്കിൽ അവൻ ദൈവത്തിന് നന്ദി പറയുമ്പോൾ അവന് പിശുക്കില്ല, അളവുകൂടാതെ നന്ദി പറയും. അതിനനുഭവസ്ഥനാണ് ഞാൻ. എനിക്കിപ്പോഴ് 98ാമത്തെ വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുക. എൻ്റെ 22ാമത്തെ വയസ്സിലാണ് ഞാൻ എനിക്ക് വേണ്ടി ക്രൂശിന്മേൽ പരമയാഗമായി തീർന്ന എൻ്റെ രക്ഷകനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിച്ചത്. ഇപ്പോഴത്രയും വർഷങ്ങളായി. ഒരു മടുപ്പുമില്ല, ഒരു പ്രശ്നവുമില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രിയാണ് എൻ്റെ കർത്താവ് മേഘത്തിൽ വരുന്നതെങ്കിൽ ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ ഞാൻ എന്നെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും കൈവിടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രോതാക്കളായി നിങ്ങളെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ മേഘത്തിൽ 2ാമത്തെ വരവിനായി ക്ഷണിക്കുന്നു. അവൻ ഇന്ന് രാത്രിയാണ് മേഘത്തിൽ പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ നമ്മിൽ എത്ര പേര് കാണും? സ്വയശോധന ചെയ്യാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. The Gospel of Matthew, chapter 7 and verse 24. Jesus Christ was giving a parable to the disciples and the multitude of people who came to him. Jesus was comparing 2 men, and actually they are 2 builders. When they were building their homes, they found some material, they found a place to lay down their foundation. This is the way the verse is read. Jesus said, those who are listening to my words and obeying is like a man who built his house on a rock. Otherwise, his foundation was on a rock. And another person, Jesus says, those who hears my voice and do not obey, do not comply with the words that they hear will be like a man who built the house on sand. We know foundation is the most important structure of a house. It is not the roof that holds the house. It is the foundation that is holding the home. What do we need today? A strong foundation so the house will not be moved. When Jesus says the rain fell down from above, the flood rose from beneath, and the strong wind struck from 2 sides. All obstacles, all hindrances came from above, came from below, and came from the side. Jesus said, when the rain fell down from above, and the flood came from beneath, and the strong wind from the side, the house that is built on the rock, or the house in which foundation was rock, did not fall down. The Bible says these hindrances, these problems, these troubles did not make the house to fall down. The house stayed strong. At the same time, when the same obstacles, the problems, hit the house in which the foundation was on the sand, that fell down. My young friends, what is your foundation today? Is your foundation is on the rock, Jesus Christ. Apostle Paul says the rock was Jesus Christ. The people of Israel who followed the rock was Jesus Christ. Let me assure you this morning, when you hold
build your house on the rock, the foundation, when it is Jesus Christ, you will not fall down. No matter what comes to you, you will stand strong. The house stayed strong because of the foundation. Make sure your foundation is on Christ Jesus. Make sure foundation is on the Word of God. Make sure your foundation is the principles that is laid in the Word of God. If you obey the Word of God, not only hear, but to obey the Word of God, you will never fall, you will never be shaken. May God bless you, and I pray that the Almighty God will strengthen and prosper the work of IBC Kerala State PYP and help so many young people to see Christ. Know Christ and the Christ be known. May God bless you. എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല എന്ന് ശിഷ്യന്മാരിൽ ആരാണ് പറഞ്ഞത്? ഓപ്ഷൻസ്: എ പത്രോസ്, ബി യാക്കോബ്, സി യോഹന്നാൻ, ഡി ഒന്നിലധികം പേർ. നിമ്രോദുമായി ബന്ധമുള്ളത് ഇവരിൽ ആർക്ക്? ഓപ്ഷൻസ്: എ അശൂർ, ബി മിസ്രൈം, സി അരാം, ഡി മേശക്. ചുരുക്കം ചില എപ്പിസോഡുകൾ കൊണ്ട് ടേണിംഗ് പോയിന്റിനെ ഹൃദയത്തിലേറ്റിയ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ടേണിംഗ് പോയിന്റ് ബൈബിൾ ക്വിസ് കണ്ടസ്റ്റിൽ കഴിഞ്ഞ ആഴ്ചത്തെ ചോദ്യങ്ങൾക്ക് ആയിരക്കണക്കിന് മറുപടികളാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അതിൽ നിന്ന് തിരഞ്ഞെടുത്ത 5 വിജയികളുടെ പേര് ഞങ്ങളിവിടെ പ്രസിദ്ധീകരിക്കുന്നു. കൊട്ടാരക്കര സെൻട്രലിൽ IPC തലച്ചിറ സഭാംഗമായ സാജൻ ജോൺ ആണ് ഒരാൾ. കോഴിക്കോട് സെൻട്രലിൽ IPC ഹെബ്രോൻ ചെമ്പനോട നെസി ഗ്രേസ് മാത്യു ആണ് രണ്ടാമത്തെ വിജയി. IPC കർമേൽ ചർച്ച് ദുബൈ UAE റീജിയന്റെ അണ്ടറിൽ വരുന്ന ഈ സഭയിലെ ദാനിയേൽ ജോർജ് ആണ് മൂന്നാമത്തെ വിജയി. പാലക്കാട് നോർത്ത് സെൻട്രലിൽ IPC ഹെബ്രോൺ തിരുപ്പൂർ സഭാംഗമായ ഹെപ്സിബ കെ സിജു ആണ് നാലാമത്തെ വിജയി. അവസാന വിജയിയെ പ്രഖ്യാപിക്കുന്നു. തൃശൂർ വെസ്റ്റ് സെന്റർ IPC ഇമ്മാനുവൽ ചർച്ച് നെല്ലിക്കുന്ന് സഭയിലെ വിശ്വാസിയായ ഷെറീന ജോഷിയാണ് അഞ്ചാമത്തെ വിജയി. വിജയികൾക്ക് എല്ലാ ആശംസകളും നൽകുന്നു. ദൈവം സഹായിക്കട്ടെ. ആലപ്പുഴ മേഖലയിൽ നിന്നും ഉയർന്നു വന്ന അനുഗ്രഹീത ഗായകർ ജമൽസൺ, വിൽജി, ഇവരോടൊപ്പം ജോൺസൺ ഡേവിഡും അനുഭവത്തിൽ ചാലിച്ച ഒരു പഴയ ഗാനം നിങ്ങൾക്കായി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. പരൻ ശില്പിയായി പണിഞ്ഞ നഗരമതിൽ, പരൻ ശില്പിയായി പണിത നഗരമതിൽ, പരനോടു കൂടെ വാഴാൻ പോയാൽ മതി, പരനോടു കൂടെ വാഴാൻ പോയാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി.
ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഒരിക്കൽ പാപാന്ധകാര കുഴിയതില്ല, മരിച്ചവനായി കിടന്നു ഇടത്തു നിന്നും. ഒരിക്കൽ പാപാന്ധകാര കുഴിയതില്ല, മരിച്ചവനായി കിടന്നു ഇടത്തു നിന്നും. ഉയർത്തിയെന്നോളമെന്നെ നിർത്തിയവൻ, ഉയർത്തിയെന്നോളമെന്നെ നിർത്തിയവൻ. ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുവിൽ, ഉറപ്പുള്ള പാറയാകും ക്രിസ്തേശുവിൽ. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോൽ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോൽ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. ഇവിടെ എനിക്കാരും തുണ ഇല്ലെങ്കിലും, ഇവിടെ എനിക്കാരും തുണ ഇല്ലെങ്കിലും, ഇണയാകും യേശുവോടു ചേർന്നാൽ മതി, ഇണയാകും യേശുവോടു ചേർന്നാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. പ്രിയനെനിക്കിനിയേകും ദിനമൊക്കെയും ഉയർത്തിടാം സുവിശേഷ കൊടിമന്നിൽ. പ്രിയനെനിക്കിനിയേകും ദിനമൊക്കെയും ഉയർത്തിടാം സുവിശേഷ കൊടിമന്നിൽ. ഇളക്കമില്ലാത്ത നാട്ടിൽ വസിച്ചിടുവാൻ തിടുക്കമാണെൻ മണാളം വന്നാൽ മതി, തിടുക്കമാണെൻ മണാളം വന്നാൽ മതി. നിറഞ്ഞ പ്രത്യാശയാൽ ഞാൻ ദിനമൊക്കെയും പറഞ്ഞ വാക്കോർത്തു മാത്രം പാർത്തിടുന്നു. നിറഞ്ഞ പ്രത്യാശയാൽ ഞാൻ ദിനമൊക്കെയും പറഞ്ഞ വാക്കോർത്തു മാത്രം പാർത്തിടുന്നു. നിറുത്തേണമേ വിശുദ്ധ ആത്മാവിനാൽ, നിറുത്തേണമേ വിശുദ്ധ ആത്മാവിനാൽ. പറന്നേറി വാനിലെത്തി വസിച്ചാൽ മതി, പറന്നേറി വാനിലെത്തി വസിച്ചാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി.
എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. പരൻ ശില്പിയായി പണിഞ്ഞ നഗരമതിൽ, പരൻ ശില്പിയായി പണിത നഗരമതിൽ, പരനോടു കൂടെ വാഴാൻ പോയാൽ മതി. പരനോടു കൂടെ വാഴാൻ പോയാൽ മതി. എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി.